ഗൈസ് ഓഫ് സീസണായി മസ്റ്റ് വാച്ച് ഔട്ടിൻ്റെ സീസൺ 7 ഒക്കെ തുടങ്ങാനുള്ള സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് മസ്റ്റ് വാച്ച് ഔട്ട്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് എമേർജ് ചെയ്ത് വരുന്ന അടുത്ത സീസണുകളിലൊക്കെ ഒരു മിന്നിത്തിളങ്ങുന്ന താരങ്ങളായിട്ട് മാറാൻ സാധ്യതയുള്ള താരങ്ങളെ പറ്റി സംസാരിക്കുന്ന ഒരു സീരീസാണിത്. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മളിത് ചെയ്തു വരികയാണ്. അതാണ് പറഞ്ഞത്, ഇനിയിപ്പം 7ാമത്തെ സീസണാണ് വരാൻ പോകുന്നത്. എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ വീഡിയോസ് വരും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ സീസൺ 6-ൽ സംസാരിച്ചിട്ടുള്ള 5 താരങ്ങളുണ്ട്. അപ്പോൾ ആ താരങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ആദ്യം സംസാരിച്ചിട്ടുള്ള താരം മുഹമ്മദ് സുഹൈൽ എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചാബ് എഫ് സിയുടെ ഒരു താരത്തെ പറ്റിയാണ്. പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി ആ സമയത്ത് അദ്ദേഹം ഡെവലപ്മെൻ്റൽ ലീഗിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. പഞ്ചാബ് എഫ് സിക്ക് വേണ്ടിയിട്ട് ആ ഒരു മികച്ച പ്രകടനം നടത്തിയത് വഴി ടൂർണമെൻറ്റിലെ മികച്ച പ്ലെയറായിട്ട് മാറാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒരു വിങ്ങറായിട്ടുള്ള താരമാണ്. ഈ സീസണിലേക്ക് വരുമ്പം 18 വയസ്സുകാരനായിട്ടുള്ള താരം ISLലും ഒരു അരങ്ങേറ്റം നടത്തി എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 13 മത്സരങ്ങളൊന്നും അദ്ദേഹം കളിക്കുകയേ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പിന്നീട് അദ്ദേഹം കത്തി കയറുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുകയുമായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ ഒരു മാറ്റം, അവസാനം ഒരു ഫസ്റ്റ് ചോയ്സ് വിങ്ങർ എന്ന ലെവലിലേക്ക് വരെ മാറി എന്നുള്ളതാണ് സുഹൈലിനെ സംബന്ധിച്ച് പറയേണ്ടത്. ഈ സീസൺ നമ്പർ വൈസ് ആകപ്പാട് ഒരു അസിസ്റ്റേ പറയാനുള്ളൂ എങ്കിലും ഒരുപാട് അദ്ദേഹം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യും, ഷോട്ടുകൾ ഉതിർക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വരും സീസണുകളിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ മികച്ചൊരു പെർഫോമൻസ് സുഹൈലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അലൻ സജിയാണ് വയനാടുകാരൻ. ഡെവലപ്മെൻ്റൽ ലീഗിൽ കഴിഞ്ഞ ഒരു സീസണിൽ റിലയൻസിന് വേണ്ടിയിട്ട് ഒരു മികച്ച പ്രകടനം നടത്തിയിരുന്നു. ഒരു സ്ട്രൈക്കറായിട്ടുള്ള താരമാണ്. ഗോവയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഗെയിം ടൈം ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമയത്താണ് സീസണിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ACL ഇഞ്ചുറി സംഭവിക്കുന്നത്. അങ്ങനെ ISLൽ അദ്ദേഹം റൂൾ ഔട്ടായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിന് സൂപ്പർ കപ്പിൽ 2 മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചു. ആ 2 മത്സരങ്ങളിൽ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് മിനിറ്റ്സ് മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. എങ്കിലും അദ്ദേഹത്തിന് ഒരു സ്ട്രൈക്കറായിട്ട് തന്നെ കളിക്കാൻ സാധിച്ചു. പിന്നെ പറയേണ്ട ഒരു കാര്യം, അലൻ സജി കളിച്ച ഗോവയ്ക്ക് ഇത്തവണത്തെ സൂപ്പർ കപ്പ് വിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അടുത്ത താരം റാഷിദ് സീക്കി എന്ന് പറഞ്ഞിട്ടുള്ള മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. ബംഗളൂരു FCയുടെ താരമായിരുന്നു. ബംഗളൂരു FCയുടെ റിസർവ് ടീമിൻ്റെ താരമായിരുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ലോൺ മൂവിൽ ചാൻമരി FC എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാൾ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മിസോറാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബിലേക്ക് ഒരു മൂവ് നടത്തിയിരുന്നു. I-League 2-ലാണ് ആ ഒരു ക്ലബ്ബ് കളിച്ചിരുന്നത്. നല്ല പ്രകടനം നടത്തി. 13 മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു. ഏതാണ്ട് ഒരു ഫസ്റ്റ് 11 പ്ലെയർ എന്ന ലെവലിൽ തന്നെ. നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 1 ഗോൾ 1 അസിസ്റ്റുമാണുള്ളത്. മാത്രമല്ല ചാൻമരി FCക്ക് I-League 2-ൽ നിന്ന് I-Leagueലേക്ക് പ്രൊമോട്ട് ആകാനും സാധിച്ചു. ജസിൻ ടി കെയെ മിക്കവർക്കും അറിയാവുന്നൊരു താരമായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ. കാരണം സന്തോഷ് ട്രോഫിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൽ ആ സീസണിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ റിസർവ് സൈഡിന് വേണ്ടി നല്ല പ്രകടനം നടത്തിയത് നമ്മൾ സംസാരിച്ചതാണ്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതിനേക്കാൾ മികച്ചൊരു പ്രകടനം നടത്തിയെന്നുള്ളതാണ്. ഇപ്പം CFL കൽക്കത്ത ഫുട്ബോൾ ലീഗ് ജസിൻ ടി കെ കളിക്കുന്ന ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നു. ആ ഒരു കൊൽക്കത്ത ലീഗിലെ ലാസ്റ്റ് സീസണിലെ ടോപ്പ് സ്കോററായിട്ട് മാറാനും ജസിൻ ടി കെക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സ്ട്രൈക്കറായിട്ടുള്ള പ്ലെയർ കൂടിയാണ്. ISLൽ വളരെ കുറഞ്ഞ മിനിറ്റുകളോ മാത്രമേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ ലീഗ് സ്റ്റേജിലെ അവസാനത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം കണ്ടെത്താനും സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ശ്രീകുട്ടൻ MS എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലെ താരത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഒരു മുന്നേറ്റ താരമാണ്. സ്ഥിരം റിസർവ് സൈഡിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്കോർ ഷീറ്റിൽ ഇടം പിടിക്കുന്ന താരമെന്ന നിലയിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ISLൽ അദ്ദേഹത്തിന് അവസരങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. ഡ്യൂറൻ കപ്പിലും സൂപ്പർ കപ്പിലും ഒക്കെ കളിച്ചു. പ്രത്യേകിച്ച് സൂപ്പർ കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഡേവിഡ് കാറ്റൽ അദ്ദേഹത്തിലൊരു വിശ്വാസം കൊടുത്തിരുന്നത് പോലെ തോന്നുന്നു. അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടി. പ്രത്യേകിച്ച് 2ാമത്തെ മത്സരം മോഹൻ ബഗാനെതിരെ തോറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളൊരു താരമായിരുന്നു ശ്രീകുട്ടൻ. ആ ഒരു മത്സരത്തിൽ ശ്രീകുട്ടന് ഒരു ഗോളും കണ്ടെത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അടുത്ത സീസണിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ കാറ്റലയുടെ അണ്ടറിലൊക്കെ കൂടുതൽ ഗെയിം ടൈം കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ആണെങ്കിലും ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്ക് മസ്റ്റ് വാച്ച് ഔട്ട് സീരീസിൽ ചെയ്യേണ്ട താരങ്ങളെ കുറച്ചുപേരെയൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസിൽ വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പോസിലൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസിലും ഒരു കൺഷൻ സൈനിങ് ഓഫ്.